നമസ്കാരം. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രൗഡ്ലി പ്രസൻസ് ഇഞ്ചോടിഞ്ചിൻ്റെ ഒരു പുതിയ അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. കാര്യം പറയാം, ഞങ്ങൾ വന്നിരിക്കുന്നത് ഇഞ്ചോടിഞ്ച് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരു 10 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. എല്ലാവരും മുഖം കാണുമ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ട് തോന്നുന്നുണ്ട് എല്ലാവരുടെ. അതുകൊണ്ട് ഞാൻ അധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ബിരിയാണിയൊക്കെ കഴിക്കാനൊക്കെ പോകണ്ടല്ലേ. അപ്പോൾ ഒരു 10 ചോദ്യത്തിൽ ഞാൻ ആദ്യത്തെ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ആരാണ് കൂടുതൽ ഉത്തരം പറയുന്നത് അവർക്കുള്ളതാണ് സമ്മാനം കേട്ടോ. ചോദ്യം ഫസ്റ്റ്. ക്ലൂ അധികമൊന്നുമില്ല, കുസൃതിയാണ്, ആ രീതിയിൽ എടുത്താൽ മതി. ചോദ്യം: എനിക്ക് വളരെയധികം മുഖങ്ങളുണ്ട്, പല വികാരങ്ങളും പ്രകടിപ്പിക്കാൻ എനിക്ക് സാധിക്കും, എനിക്ക് ജീവനില്ല എങ്കിലും നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ ഞാനുണ്ട്, എങ്കിൽ ഞാൻ ആരാണ്? അതായത് എനിക്ക് വളരെയധികം മുഖങ്ങളുണ്ട്, കുസൃതിയാണേ. പല വികാരങ്ങളും പ്രകടിപ്പിക്കാൻ എനിക്ക് സാധിക്കും, എനിക്ക് ജീവനില്ല എങ്കിലും നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ ഞാനുണ്ട്, എങ്കിൽ ഞാൻ ആരാണ്? എനിക്ക് കുറെ ഫേസ് അല്ല, മൊബൈൽ ഏതാണ്ടൊക്കെ അല്ല, ഏതാണ്ട് അടുത്തെത്തി. ആപ്ലിക്കേഷൻ അല്ല, മൊബൈലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണത്. ഫേസ്ബുക്ക് അല്ല, അല്ല. ഒരുപാട് മുഖങ്ങളുണ്ട്. അതായത് നമ്മുടെ ഒരു സ്നേഹം, ദേഷ്യം, പിന്നെ എന്താ പറയാ, ദുഃഖം, ഇതൊക്കെ നമുക്ക് ഇമോജീസ്. റൈറ്റ് ആൻസർ, ഇമോജീസ്. നല്ല കാര്യം കേട്ടോ. സൂപ്പർ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. അതായത് ചില ആൾക്കാർക്ക് ചില ആശയങ്ങൾ എന്ന് പറയുന്ന ചില സന്ദർഭങ്ങളിലൊക്കെ വരുന്നതാണ് അല്ലെ, ഐഡിയാസ് എന്നൊക്കെ പറയുന്നത് അല്ലെ, പുതിയ ഐഡിയകൾ. ചോദ്യം: ബുദ്ധിയില്ലാത്ത ആൾക്ക് പോലും ഉണ്ടാകുന്ന ആശയം. ബുദ്ധിയില്ലാത്ത ആൾക്ക് പോലും ഉണ്ടാകുന്ന ആശയം. ഇത്തിരി അടുത്തൊന്നും ബാബ നല്ല കരച്ചിലല്ലേ. അടുത്തെടുത്തോ. അതായത് ബുദ്ധിയില്ലാത്ത ആൾക്ക് പോലും ഉണ്ടാകുന്ന ആശയം. എല്ലാവർക്കും ഉള്ള ആശയം. ആമാശയം. റൈറ്റ് ആൻസർ. ഭയങ്കര ശരിയാണല്ലോ. അവസരം കിട്ടണം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. ഓക്കെ, ചിലപ്പോഴെങ്കിൽ നമ്മൾ ഈ മാനം നോക്കി പല കഥകളൊക്കെ പറയാറുണ്ട് അല്ലെ. മാനം, ആകാശം. ചോദ്യം: എല്ലിലും പല്ലിലും കാണുന്ന മാനം. തേയ്മാനം. റൈറ്റ് ആൻസർ. തേയ്മാനം. നാലാമത്തെ ചോദ്യം: ചെറുപ്പത്തിൽ ഉപേക്ഷിക്കുകയും വാർദ്ധക്യത്തിൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. ചെറുപ്പത്തിൽ ഉപേക്ഷിക്കും, വാർദ്ധക്യത്തിൽ ആഗ്രഹിക്കും. പല്ല്. റൈറ്റ് ആൻസർ. പല്ല്. ചെറുപ്പത്തിൽ അത് ഉപേക്ഷിക്കും, പക്ഷെ ആ പ്രായം ഉണ്ടാകുന്ന സമയത്ത് ഒരു പല്ല് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം: ഞാൻ എർത്തിന്റെ ആരംഭത്തിലും ഡ്രീമിന്റെ ഇടയിലുമുണ്ട്. ആരാണ് ഞാൻ? എർത്തിന്റെ ആരംഭത്തിലും ഡ്രീമിന്റെ ഇടയിലുമുണ്ട്. ഞാൻ എർത്തിന്റെ ആരംഭത്തിലും ഡ്രീമിന്റെ ഇടയിലുമുണ്ട്. കുസൃതിയാണേ. ഡ്രീം സ്വപ്നം, എർത്ത് ഭൂമി. ഞാൻ എർത്തിന്റെ ആരംഭത്തിലും ഡ്രീമിന്റെ ഇടയിലുമുണ്ട്, അല്ലെ നടുവിലായിട്ടുണ്ട്. സിമ്പിളാണ് കേട്ടോ, വളരെ സിമ്പിളാണ്. ഞാൻ എർത്തിന്റെ ആരംഭത്തിലും ഡ്രീമിന്റെ നടുവിലായിട്ടുണ്ട്. ഞാൻ ഇതിന് ക്ലൂ തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാൻ പറ്റും. എർത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഡ്രീം ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ല, എർത്തിന്റെ ആരംഭത്തിലും ഡ്രീമിന്റെ നടുവിലായിട്ടുള്ളത് എന്താണ്? എർത്തിന്റെ ആരംഭത്തിലുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ. റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം: എത്ര സ്നേഹിച്ചാലും പിന്നിൽ നിന്നും കുത്തുന്നത് ആരെയാണ്? എത്ര സ്നേഹിച്ചാലും പിന്നിൽ നിന്ന്, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ. എല്ലാം സ്നേഹിച്ചിരിക്കും, പെട്ടെന്ന് പിറകിൽ പോയിട്ട് ഒരു കുത്തു കൊടുക്കും. അതായത് പല രീതിയിലും. എത്ര സ്നേഹിച്ചാലും പിറകിൽ നിന്നും കുത്തുന്നത് ആരെയാണ്? എത്ര സ്നേഹിച്ചാലും പിറകിൽ നിന്ന് മാത്രമേ ഇതിന് കുത്തു കിട്ടൂ. കുസൃതിയാണ്. എത്ര സ്നേഹിച്ചാലും ഇത് പിറകിൽ നിന്നൊരു കുത്തു കിട്ടും. സൂചിയല്ല, പുട്ട്. റൈറ്റ് ആൻസർ. പുട്ട്. ഓക്കെ, ഇനി ഒരു 3 ചോദ്യം കൂടി ചോദിക്കാം. ക്രിക്കറ്റ് കളിയിൽ ബാറ്റ്സ്മാൻമാരെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന പക്ഷി ഏതാണ്? ക്രിക്കറ്റ് കളിയിൽ ബാറ്റ്സ്മാൻമാർക്ക് ഭയങ്കരധികം വിഷമം, ബാറ്റ്സ്മാൻമാർക്ക് മാത്രമല്ല ആ ടീമിന്, ആ രാജ്യത്തിന് വിഷമം തോന്നുന്ന പക്ഷി, ബേർഡ്. സിമ്പിൾ. ക്രിക്കറ്റ് കളി ഇല്ല, ഫുട്ബോൾ ആണല്ലേ. ക്രിക്കറ്റ് കളിയിൽ ബാറ്റ്സ്മാൻമാർക്ക് വളരെയധികം വിഷമം തോന്നുന്ന പക്ഷി. ബാറ്റ്സ്മാൻമാർക്ക് കൂടുതൽ വിഷമം തോന്നും, ആ ടീമിന് വിഷമം തോന്നും.
ക്രിക്കറ്റ് കളിയിൽ ബാറ്റ്സ്മാൻമാർക്ക് കൂടുതൽ വിഷമം തോന്നുന്ന പക്ഷിയുടെ പേര്? അമ്പയർ അല്ല, പക്ഷിയുടെ ഒരു പേരുണ്ട്. എന്നാൽ അങ്ങനെ പോയി എന്ന് പറയും. റൈറ്റ് ആൻസർ. ഓക്കെ, ചോദ്യം. എല്ലാ ദിവസവും വരുന്നതും എന്നാൽ ഒരിക്കലും എത്തിച്ചേരാത്തതും എന്താണ്? എല്ലാ ദിവസവും വരും, പക്ഷേ അതൊരിക്കലും എത്തിച്ചേരില്ല. സമയമല്ല, സമയം എത്തിച്ചേരും. എല്ലാ ദിവസവും വരും, നമ്മൾ പൊതുവെ പറയും, പക്ഷേ ഒരിക്കലും അത് എത്തിച്ചേരില്ല. നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ അത് പൊതുവെ പറയും, പക്ഷെ നമ്മൾ അടുത്തത് എത്തിച്ചേരില്ല. അതായത് ഒരു ദിവസവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു വാക്കാണ്. എല്ലാ ദിവസവും വരും, പക്ഷെ നമ്മൾ ആ ദിവസം എത്തുമ്പോൾ അത് പിന്നീട് മാറും, എത്തിച്ചേരില്ല. അതൊരു വേർഡാണ്, ഒരു ചെറിയൊരു വാക്ക്. ദിവസം തിങ്കൾ ചൊവ്വ ബുധൻ അങ്ങനെയൊന്നുമല്ല, ജനുവരി ഫെബ്രുവരി അത് അങ്ങനെയൊന്നുമല്ല, ചെറിയൊരു വാക്കാണ്. അമ്മ പറ അമ്മ. ഓക്കെ, അതിന്റെ ശരി ഉത്തരം നാളെ. നാളെ എല്ലാ ദിവസവും വരും, എപ്പോഴാണ്? നാളെയാണ്. പക്ഷെ നാളെ വന്നു ചേരുമ്പോ നാളെ. ഓക്കെ, 9ാം ചോദ്യം. ആർക്കും എടുക്കാൻ പറ്റാത്ത വില്ല്. ആർക്കും എടുക്കാൻ മഴവില്ല്. റൈറ്റ് ആൻസർ. 10ാമത്തെ ചോദ്യമാണേ. മനുഷ്യ ശരീരത്തിന്റെ ഒരു ഭാഗം, ശ്രദ്ധിച്ചു കേൾക്കാം, മനുഷ്യ ശരീരത്തിന്റെ ഒരു ഭാഗം, ശേഷം ഒരക്ഷരം, അതിനുശേഷം മറ്റൊരു ഫ്രൂട്ടിന്റെ പേര്, മുഴുവൻ ചേർന്നാൽ മറ്റൊരു ഫ്രൂട്ടിന്റെ പേര്. അതായത് മനുഷ്യ ശരീരത്തിന്റെ ഒരു ഭാഗത്തിന്റെ പേര്, ശേഷം വരുന്നത് ഒരക്ഷരം, ഓക്കെ, പിന്നീട് വരുന്നത് ഒരു പഴം, ഒരു ഫ്രൂട്ടിന്റെ പേര്, എല്ലാം മുഴുവനായി ചേർന്ന് കഴിഞ്ഞാൽ മറ്റൊരു ഫ്രൂട്ടിന്റെ പേര്. എന്താണ്? മനുഷ്യ ശരീരത്തിന്റെ ഒരു ബോഡിയിലുള്ള മനുഷ്യ ശരീരത്തിന്റെ ഒരു ഭാഗത്തിന്റെ പേരിൽ തുടങ്ങുന്നു, പിന്നീട് ഒരു അക്ഷരം വരുന്നു, അതിനുശേഷം മറ്റൊരു ഫ്രൂട്ടിന്റെ പേര് വരുന്നു, ഇതെല്ലാം ചേർന്ന് കഴിഞ്ഞാൽ വേറൊരു ഫ്രൂട്ടിന്റെ പേര്. കൂടുതൽ ഉത്തരം നിങ്ങളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആലോചിച്ചോളൂ. അതായത് മനുഷ്യ ശരീരത്തിന്റെ ഒരു ഭാഗം, പിന്നീട് ജസ്റ്റ് ഒരു അക്ഷരം വരുന്നു, ദെൻ ഒരു ഫ്രൂട്ടിന്റെ പേര് വരുന്നു, ഫുൾ ചേർന്ന് കഴിഞ്ഞാൽ മറ്റൊരു ഫ്രൂട്ടിന്റെ പേരാണ്. കഴിക്കുന്നതാണ്. ചിലപ്പോഴെങ്കിലും നമ്മൾ ഈ ജ്യൂസ് സെന്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർഡർ ചെയ്യും. പറഞ്ഞു എന്തായിരുന്നു? അല്ല, ജ്യൂസിലൊക്കെ പോയി കഴിഞ്ഞാലേ ജ്യൂസിന്റെ ഒരു പ്രധാനപ്പെട്ട, അതിന്റെ മലയാള വേർഷനാണ് വേണ്ടേ. മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു ഏതാണ്ട് പറ. പറഞ്ഞോ? പൈനാപ്പിൾ. മലയാളം കൈതച്ചക്ക. റൈറ്റ് ആൻസർ. കൈ, പിന്നീട് ഒരു അക്ഷരം, പിന്നീട് വരുന്ന ചക്ക, എല്ലാം ചേർന്ന് കഴിഞ്ഞാൽ കൈതച്ചക്ക. പക്ഷേ നമ്മുടെ കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ ഒരു ടീമാണ്. സന്തോഷം, എല്ലാവരും പരിചയപ്പെടാൻ പറ്റിയ സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പരുത്തിക്കുഴിയിലെ സ്ഥലം പറഞ്ഞ പരുത്തിക്കുഴിയിലുള്ള ഈ ടീം അംഗങ്ങളാണ് അതിന്റെ കൂടുതൽ ഉത്തരങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സമ്മാനം എന്ന് പറയുന്നത് പരുത്തിക്കുഴിയിലെ ടീം അംഗങ്ങൾക്കാണ്. ബ്രോ വാ എല്ലാവരും വാ. ബ്രോ ഒന്ന് ഈ സമ്മാനം കൊടുക്കാവോ? നിങ്ങളുടെ ഒരു ടീം ഈ സമ്മാനം ഒരു സന്തോഷമല്ലേ? കൊടുക്കും. അവിടെ നോക്കട്ടെ, എല്ലാവരും കാണട്ടെ. അപ്പൊ VMTV ന്യൂസ് ചാനൽ നൽകുന്ന ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സമ്മാനം ഒരു കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഇൻജോയ് ജിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ ചോദ്യമൊക്കെ നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ഒരു ടാറ്റ. ബൈ. 10 ചോദ്യങ്ങളായിട്ടുള്ള നമ്മുടെ യാത്ര ആരംഭിക്കുന്നു. ഒരു വലിയൊരു ടീം, 2 ടീമാണ്, 2 സ്ഥലത്ത് വന്നവരാണ്. എപ്പോഴും ഇവിടുന്ന് പരിചയപ്പെടുന്നു, കൂട്ടായ്മകളൊക്കെ കാണുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ശരി, അപ്പോൾ വലിയൊരു ടീം, നമുക്ക് ഓടി ചെന്ന് പരിചയപ്പെടാം. പേര് പറ. പഠിക്കുന്നുണ്ടോ? അങ്കമാലിയിലെത്തി. ഓക്കെ, നമസ്കാരം. പേരെന്താണ്? അക്കാസ്. എവിടെ സ്ഥലം? പരുത്തിക്കുഴി. രാവിലെ എത്ര മണിക്ക് ഇവിടെ? 11 മണിക്ക്. സ്ഥലങ്ങളൊക്കെ കണ്ടോ? ഹാപ്പിയാണോ? പേര് പറ. ഞാൻ ബ്യൂട്ടീഷ്യൻ ഡൽഹി. ഒരു മാസമായി. സുഖമായിരിക്കുന്നു. ഓക്കെ, ഡൽഹി